ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. വീഡിയോ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇത് പുതുതായി വന്ന സ്റ്റോക്കാണ്. ഇത് ജമന്തികളാണ്. അപ്പോൾ ജമന്തിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വേഗം തന്നെ നമ്മുടെ നമ്പറിൽ മെസ്സേജ് ഇടുക. അപ്പോൾ ഒന്നെങ്കിൽ സ്ക്രീൻഷോട്ട് പറയുക, ചെടീൻ്റെ പേര് പറഞ്ഞാൽ മതി. ഇല്ലയെന്നുണ്ടെങ്കിൽ വാട്സപ്പ് കോൺടാക്ട് ചെയ്താൽ നിലവിലുള്ള പ്ലാന്റ്സിൻ്റെ ഫോട്ടോസ് എല്ലാം നമ്മൾ സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും. ഇത് റോസാണ് കേട്ടോ. ജമന്തി ഒരുപാട് ടൈപ്പ് ഇപ്രാവശ്യം വന്നിട്ടുണ്ട്. കഴിഞ്ഞ വട്ടം ഒരുപാട് ആൾക്കാർ യെല്ലോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം യെല്ലോയൊക്കെ ഈ പ്രാവശ്യം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഈ റോസൊക്കെ വരുന്നത് 25 രൂപയാണ് കേട്ടോ ഈ റോസിൻ്റെയൊക്കെ റേറ്റ് വരുന്നത്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ആകം തന്നെ മസാജ് ഇടുക. പിന്നെ ഈ ഒരു ചെടിയാണുള്ളത്. ഇത് നല്ല ഭംഗിയല്ലേ, ഇതിൻ്റെ പൂക്കളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. പെട്ടെന്ന് ഓർഡർ ചെയ്യാൻ മറക്കണ്ട, കുറച്ച് പീസൊക്കെ ഉള്ളൂ. പിന്നെ വിങ്ക പ്ലാന്റ് ആണ്. വിങ്ക 2 ടൈപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. ചെറിയ ടൈപ്പും വലിയ ടൈപ്പും കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് സെലേഷ്യയാണ്. സെലേഷ്യയുടെ കളറുകൾ ഇപ്പോൾ വന്നിരിക്കുന്നത് ഒരുപാട് വ്യത്യസ്തമായിട്ടാണ്. ഒരു പോട്ടിൽ തന്നെ 2 ടൈപ്പ് 3 ടൈപ്പൊക്കെ ഉണ്ട് കളറുകൾ. അങ്ങനെയാണ് ഈ പ്രാവശ്യം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ വാങ്ങുന്നവർക്കും ഒരു ലാഭമാണല്ലോ. ഒരു ചട്ടി വാങ്ങിക്കഴിഞ്ഞാൽ 3 കളറോ 2 കളറോ ഒക്കെ കിട്ടുമല്ലോ. അതുപോലെ പിന്നുള്ളത് കലാഞ്ചിയോ പ്ലാന്റാണ്. കലാഞ്ചിയോൻ്റെ കുറച്ച് വെറൈറ്റീസാണുള്ളത്. കലാഞ്ചിയോ നല്ല ഭംഗിയുള്ള ഫ്ലവറാണ്. അതുപോലെ തന്നെ നിറച്ചും പൂക്കൾ, നമുക്ക് കണ്ണ് നിറയെ പൂക്കൾ കാണാൻ പറ്റുന്നൊരു ചെടിയാണ് കലാഞ്ചിയോ പ്ലാന്റ്. എല്ലാവരും പറയും ഇത് വകുന്ന ചീത്തയാവുന്ന. ഇല്ല കേട്ടോ, നമ്മൾ ഫ്ലവർ കഴിയുമ്പം കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് വീണ്ടും കിളിച്ച് കിട്ടുന്നതാണ് കേട്ടോ. നമ്മൾ കെയർ ചെയ്യണം അതിന്. പിന്നെ ലീഫ് പ്രൊപ്പഗേഷനും നടത്താവുന്നൊരു പ്ലാന്റാണ് കേട്ടോ കലാഞ്ചിയോ പ്ലാന്റ്. ഇത് വെങ്കയുടെ കുറേ വെറൈറ്റീസാണ്. ഇത് വലിയ സൈസ് പ്ലാന്റാണ് കേട്ടോ. ചെറുത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്, വലുത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വാങ്ങുന്നവർക്കൊരു സൗകര്യം ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് കേട്ടോ. ഒരുപാട് ആൾക്കാർ ചെറിയ പ്ലാന്റുകളാണ് ചോദിക്കുന്നത്. അതുപോലെ കഴിഞ്ഞ വട്ടം ചെറിയ ജമന്തികളായിരുന്നല്ലോ, ഈ വട്ടം നമ്മൾ വലിയ ജമന്തികൾ കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ടില്ലേ? പിന്നെ ഇതൊക്കെ നമുക്ക് കൊമ്പ് കുത്തിയിട്ട് പിടിപ്പിക്കാവുന്ന ചെടിയാണ്, വിങ്ക റോസൊക്കെ. അതുപോലെ തന്നെ ഇതിൻ്റെ സീഡ് വീണിട്ടും ഇഷ്ടംപോലെ തൈകൾ വീണ്ടും വീണ്ടും കിളിക്കും. അപ്പോൾ 3-4 കളർ വെറൈറ്റീസ് മാത്രമാണ് ഉള്ളത്. അപ്പോൾ പ്ലാന്റ് വേണമെങ്കിൽ വേഗം തന്നെ മസ്റ്റുള്ളത് റോസാണ്. റോസ് ഇപ്പോൾ വന്നിരിക്കുന്നത് വെറൈറ്റി റോസാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഇത് വെയിൽ കൊണ്ടിട്ട് കുറച്ച് മുട്ടൊക്കെ കരിഞ്ഞു പോയിട്ടുണ്ട്. ഭയങ്കര വെയിലാണ് ഇവിടെ. ഇത് കണ്ടില്ലേ, യെല്ലോയും പിന്നെ അത് വൈറ്റിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. ഇത് ഈ റോസ് ഉണ്ടോ, നല്ല ഭംഗിയാണ് ഈ റോസ്. ഇതൊന്നും നമ്മൾ വെച്ച് കഴിഞ്ഞാൽ പോകില്ല. പിന്നെ ഇതെല്ലാം നല്ല വലിപ്പമുള്ള റോസുകളാണ്. പോട്ട് റോസാണ് വരുന്നത്. എല്ലാം റോസ് ഇപ്രാവശ്യം ഒരേ കളറ് മാത്രമാണുള്ളത്. ഇതിൻ്റെ ഐഡിയ എനിക്ക് അറിയില്ല പറയാനായിട്ട്. അറിയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തോളും. ഓരോ റോസയ്ക്കും ഓരോരോ പേരുകളുണ്ട്. അപ്പം ഓക്കേ.